ഹായ് ഗൈസ്, ഞാനൊരു സിനിമ കണ്ടു. ഹൗസ് മെയ്ഡ് എന്നാണ് സിനിമയുടെ പേര്. വളരെ റീസെൻ്റ് ആയിട്ട് 2025 ഇറങ്ങിയ എന്താ പറയുക, ഒരു സസ്പെൻസ്ഫുൾ മിസ്റ്ററി ത്രില്ലർ പടമാണ്. കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു സിനിമയാണ്. തുടക്കത്തിൽ കിട്ടുന്ന ഒരു മിസ്റ്ററി ഫീല്, ആ ഒരു സസ്പെൻസ്, അത് തുടക്കം മുതൽ അവസാനം വരെ എവിടെയും ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോകാനായിട്ട് സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയിൽ ഫുള്ളായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. ഒരു പോയിന്റ് പോലും അങ്ങനെ സിനിമയിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഈ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾ കുറച്ചുകൂടി ഇഷ്ടമാണ്. സോ കുറച്ച് കാലമായി അങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ട്. സോ ഈ സിനിമ അങ്ങനെ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. സിനിമയിൽ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, 1-2 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. സ്വിറ്റ്നി സീനി അവതരിപ്പിച്ചിരിക്കുന്ന കാസി എന്നാണ് മെയിൻ ക്യാരക്ടറിൻ്റെ പേര്. പുള്ളിക്കാരി ഒരു വേലക്കാരിയാണ്, ഒരു ഹൗസ് മെയ്ഡാണ്. പുള്ളിക്കാരി ജോലി ചെയ്യാൻ പോകുന്ന വീട്ടിൽ ഒരു കപ്പിളാണ് താമസിക്കുന്നത്, ഒരു വൈഫും ഒരു ഹസ്ബൻഡും. ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് കാസിക്ക് അവിടുന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ കാസി എങ്ങനെ നേരിടുന്നു എന്നതുമാണ് സിനിമയുടെ പ്ലോട്ട്. വളരെ യൂഷ്വൽ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. പക്ഷേ സിനിമ അതിനകത്ത് ഒരു മിസ്റ്ററി ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈച്ച് ക്യാരക്ടേഴ്സിനെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും, ഇവർ ഈ കാണുന്നതല്ല, ഇവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ഇവരെന്തൊക്കെയോ ഹൈഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സം മിസ്റ്ററി ഫീൽ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിൽ നിന്നും കിട്ടും. ഈ കപ്പിൾസിലെ വൈഫിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അമാൻഡ സേഫ്രീഡാണ്. നീന എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. പുള്ളിക്കാരിയുടെ ഗംഭീര പെർഫോമൻസ് ആണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് നീന എന്ന ക്യാരക്ടറാണ്, അമാൻഡ സേഫ്രീഡാണ്. പുള്ളിക്കാരിയെ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും സംതിങ് ഈസ് നോട്ട് റൈറ്റ് വിത്ത് ദിസ് ഗേൾ. അത് നമുക്ക് നല്ലോണം കിട്ടും. ഒരു മിസ്റ്ററി ഫീല്, സംതിങ് ഈസ് ഹിഡൻ, എന്തോ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇവൾ നിൽക്കുന്നത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. കാസിയുടെ കേസിൽ അത് തന്നെ. കാസിയെ തുടക്കം തൊട്ട് നമ്മൾ കാണുമ്പോൾ കാസിയെ ഹോംലെസ് ആയിട്ടാണ് കാണിക്കുന്നത്. കാസിക്ക് ഈ ജോലി വേണം. അങ്ങനെ കാസി ഇവിടെ വരുമ്പോഴും കാസി എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് തുടക്കത്തിലേ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കാസിക്ക് ആ വീട്ടിൽ കാര്യങ്ങൾ അത്ര സ്മൂത്തായിട്ട് പോകുന്നില്ല. കാരണം കാസിയെ നീന ഹറാസ് ചെയ്യാണ്. നീന കാസിക്ക് ഇങ്ങനെ ഓരോ പണികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹറാസ്മെൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നീന ഫിസിക്കലി അബ്യൂസ് ചെയ്യുക, അടിക്കുക, ഇടിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരു മെൻ്റൽ ടോർച്ചർ ആ ഒരു നിലവാരത്തിലേക്ക്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നീന കാസിയോട് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് വരാൻ പറയുന്നു. എന്നിട്ട് കാസിക്ക് നീനയുടെ കാറ് കൊടുത്തു വിടുകയാണ്. കാസി നീനയുടെ കാർ എടുത്തിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, കാറിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ വെക്കുന്നു. ഈ സമയത്ത് പോലീസ് വന്ന് കാസിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നീന പോലീസിനെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് കാസി നീനയുടെ കാറ് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന്. ഇങ്ങനെയൊക്കെയുള്ള കുറേ ഹറാസ്മെൻറ്റുകളാണ് കാസിക്ക് അവിടെ നേരിടേണ്ടി വരുന്നത്. ശരിക്കും ഈ നീനയുടെ ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് പേരെ റിലേറ്റ് ചെയ്യാനായിട്ട് തോന്നി. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിരിക്കുക, അതായത് ചില ആളുകളുണ്ട്, നമ്മളോട് അവരൊരു കാര്യം പറയും, നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ ഇവർ പറയും ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. അങ്ങനെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് നീനയുടെ. കാരണം നീനയാണ് കാസിയോട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നത്. പക്ഷേ നീന തന്നെ കുറച്ച് കഴിയുമ്പോൾ പറയും, ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നീ അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നത് എന്തിനാണ്. അങ്ങനെ കാസിക്ക് മെൻ്റലി പ്രഷർ കൊടുക്കുക, മെൻ്റലി ടോർച്ചർ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് നീന ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാസിക്ക് ഈ ജോലി ഉപേക്ഷിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പോകാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് കാസി ഹോംലെസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കാസിക്ക് എങ്ങനെയാണെങ്കിലും പൈസ വേണം. അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ നല്ല ഓഫറും ഉണ്ട്. അപ്പോൾ കാസിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചിരിക്കണമെന്നാണ് കാസിയുടെ ആഗ്രഹം. അങ്ങനെ കാസി ഇതൊക്കെ സഹിച്ച് ഇങ്ങനെ പിടിച്ച് നിന്ന് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ നീനയുടെ ഹസ്ബൻഡായിട്ടുള്ള ആൻഡ്രുവായിട്ട് കാസിക്കൊരു അൺഎത്തിക്കൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും നീന ഇത് കണ്ടുപിടിക്കും, പ്രശ്നമാവും. പ്രശ്നമായി കഴിയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെയല്ല നടക്കുന്നത്. ആൻഡ്രു എന്താ ചെയ്യുന്നത് വെച്ചാൽ, നീനേനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് കാസി ആൻഡ്രും കൂടെ ഒരുമിച്ച് അങ്ങ് താമസിക്കും. അതിന് ശേഷമാണ് ശരിക്കും ഈ സിനിമ പതുക്കെ സിനിമ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ആ മിസ്റ്ററി, ആ ഒരു സസ്പെൻസ് എന്താണെന്ന് ഇങ്ങനെ അൺവീൽ ചെയ്ത് തരുന്നത്. ഈവൻ ദോ ഈ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ട്വിസ്റ്റ് നമ്മൾ വേറെ പല സിനിമകളിലും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സിനിമയിൽ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല സിനിമ എടുത്തു വെച്ചേക്കുന്നത്. ആ രീതിയിലാണ് സിനിമ തുടക്കം തൊട്ട് നമ്മളെ എങ്ങനെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്ന് ഈ സാധനം കിട്ടുമ്പോൾ നല്ല രസമാണ്. നല്ലൊരു ഒരു മിസ്റ്ററി അൺപാക്ക് ചെയ്യുന്ന ഫീല് നമുക്ക് കിട്ടും. കാസി, ആൻഡ്രു, നീന. നീനയുടെ പെർഫോമൻസ് സൂപ്പർ, കാസി സൂപ്പർ, ആൻഡ്രുവും ഓക്കെയാണ്. പിന്നെ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്, കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അഡൾട്ടായിട്ടുള്ളവർ മാത്രം കാണുക. നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്തുക. ഇനി കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാണുക, ഇല്ലെങ്കിൽ വേണ്ട. വേറെ സിനിമയായിട്ട് പിന്നെയും കാണാം. ബൈ.